അപ്പോൾ പറയൂ പ്ലീസ്. ഓക്കെ, മഞ്ജുവിനറിയാം. ഹണി ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നന്നായിട്ട് പാടും. ഞങ്ങൾ ഗംഭീരമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും. അത് തന്നെ, അത് മാത്രം ഇല്ല എങ്കിലും അറിയാം. ഗംഭീരമായിരുന്നു. അതേപോലെ ആ വെറുതെ പാടിയാൽ മതി. അതെ, നമുക്ക് ഇവിടെ ആരുമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. മൈക്കൊന്ന് അടുപ്പിച്ച് വെച്ചോ. തീർച്ചയായിട്ടും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിരുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ മതി. സൂപ്പറാണ്, അടിപൊളിയാണ്. റെഡ് എഫ് എം ഇങ്ങനെ ഒത്തിരി ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇത് പെട്ടെന്ന് ഇന്നലെയാണ് ഞാൻ ഇത്ര ഒരു കഴിവ് മനസ്സിലായി. ഇനി അടുത്ത സിനിമയ്ക്ക് 2 ഭാഗമാണ്. ഒന്ന് പ്രൊഡ്യൂസർ, ഒരു ഗായികയായിട്ട് പരിചയപ്പെടുത്തണം. അപ്പം പൈസ ലാഭിക്കാനുള്ള പരിപാടിക്കാണ് ഈ റൂട്ട് പിടിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മഞ്ജു ഗംഭീരമായിരുന്നു. എന്തായാലും മഞ്ജുവിൻ്റെ വിശ്വാസം ഈ കവിതകളുടെ വാക്കുകൾ പോലെ തന്നെ ഈ സിനിമ അത്രയും പൂവിരിയട്ടെ, സന്തോഷത്തോടെ ഈ സിനിമ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മഞ്ജുവിനെന്നും തണലായി കൂടെ നിൽക്കുന്ന ബാദുക ഇതിൻ്റെ പിന്നാലുള്ള ഓട്ടമാണ്. പക്ഷേ ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്. സിനിമയിൽ റോഷനെ കുറച്ച് ഡള്ളൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിലും ഒരു ഭംഗി കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ തന്നെ നായകന്മാരിലേക്ക് കടന്നു വന്നുകൊണ്ട് മലയാള സിനിമയിലെ ഒരു നീലക്കണ്ണുള്ള നായകൻ എന്ന് വേണമെങ്കിൽ റോഷനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഒത്തിരി സ്നേഹത്തോടു കൂടെ റേച്ചലിന് ഞങ്ങളുടെ സ്വന്തം റേച്ചലിന്റെ സ്വന്തം നിക്കോളാസിന് നല്ലൊരു കൈയടി Roshan Bashir is here. റോഷൻ നമസ്കാരം. ഞാൻ പറഞ്ഞ ഇൻട്രോ നല്ല ഇന്നലെ ഞാൻ ആക്ച്വലി ഇത്രയും നാള് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ അടുത്തത് കണ്ടപ്പോഴാണ് ഈ കണ്ണ് ശ്രദ്ധിച്ചത്. അപ്പൊ തന്നെ ഒന്ന് ഊരണോ? ഫ്ലാറ്റ് കണ്ണാടി ഒന്ന് ഊരി ചെന്ന് കാണണ്ടല്ലേ? കുഴപ്പമില്ല, കണ്ടോ? എല്ലാവരും കണ്ടു. ഒന്ന് കാണിച്ചു നോക്കുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു കണ്ണാണ്. എന്താ അറിയോ, റോഷൻ ഇതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ആൻഡ് കൂടുതൽ റേച്ചൽ എന്ന ഈ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ, അതിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റോഷൻ ചെയ്തതെന്നാണ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. ഇനി പറയേണ്ടത് റോഷനാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്. കോഴിക്കോട് എൻ്റെ നാട് കൂടെയാണ്. പലർക്കും ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വരിക എന്ന് പറയുന്നത് എ പ്രൗഡ് തിങ്, എന്ന് ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഇത്രയും ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. റേച്ചലിനെയും നിക്കോളാസിനെയും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ വരുന്ന 12-ന് സിനിമ റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഈ സ്നേഹം അവിടെയും വേണം. താങ്ക് യു സോ മച്ച്. അല്ല, സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ സ്വന്തം നാട്ടിലായിരുന്നു, തൊട്ടടുത്ത് തന്നെ. പക്ഷെ ഇന്നിപ്പോൾ കോഴിക്കോട് അല്ലേ? കോഴിക്കോട് ഹൈലൈറ്റ് ഈ മാളിൽ വന്ന് ഈ ക്രൗഡ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 6 മണിക്ക് എത്തിയാണ്. ആ നിന്ന ആളുകൾ ആരും പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സിനിമയോടുള്ള അവരോടുള്ള സ്നേഹം. അപ്പോൾ റോഷൻ പെട്ടെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇപ്പോൾ നമ്മളൊരു സോങ്ങൊക്കെ കണ്ടിരുന്നു അല്ലേ? അല്ല, കുറച്ച് റൊമാൻറ്റിക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ സമയം ഒന്ന് ഓർത്തെടുത്തേ, ആ ആക്ഷനും കട്ടിൻ്റെ ഇടയിലുള്ള സമയം. അങ്ങനെ അത് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഹണിയായിട്ടാണ്, റേച്ചലായിട്ടാണ്. കാരണം ഞങ്ങളാണ് ഇതിൽ ഒരു റൊമാൻറ്റിക് പെയർ എന്നൊക്കെ പറയാൻ പറ്റിയ 2 കപ്പിളിനായിട്ട് വരുന്നത്. അപ്പോൾ വളരെ സാധാരണ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു പ്രണയമല്ല ഈ സിനിമയിൽ. ഞങ്ങളിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള
രസമായിട്ടുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ ട്രാക്കും അങ്ങനെ തന്നെയായിരുന്നു. പരമാവധി ഞങ്ങളെ കൊണ്ട് ആനന്ദിനി ഇതിൻ്റെ ഡയറക്ടർ വളരെ നന്നായിട്ട് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം സോങ് വന്നപ്പോഴൊക്കെ ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ട്. പിന്നെ ഹണിയായിട്ടൊക്കെ സ്ക്രീൻ സ്പേസിൽ വരും. നമ്മൾ പ്രത്യേകിച്ച് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചുമ്മാ നിന്നാൽ തന്നെ സംഭവം വർക്കൗട്ട് ആവും. ഐ എം റിയലി ഹാപ്പി, റിയലി ഹോണേഡ് ടു വർക്ക് വിത്ത് സച്ച് എ ബിഗ് ആക്ടർ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഞാൻ എന്നും സിനിമ കാണാൻ വരുന്ന ഒരു മാള് കൂടിയാണിത്. ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ഫാമിലിയായിട്ടും, എൻ്റെ പപ്പ ഉമ്മയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ സിനിമയ്ക്ക് വരുന്ന ഒരു മാള് കൂടിയാണ്. അപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഉടൻ തന്നെ എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് ഞാൻ ഇവിടെ വരുന്നു, നിങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നു. പിന്നെ ഹൈദർക്കാക്കും, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ മഞ്ജു ചേച്ചി, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രജിൻ ചേട്ടൻ, പിന്നെ നമ്മുടെ സ്വന്തം ആങ്കേഴ്സ്. എനിക്ക് ഇവന് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അടുത്ത് ഇറങ്ങി സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ, അതേ എനിക്ക് മനസ്സറിഞ്ഞ് പറയാനുള്ളൂ. 12-ാം തീയതിയാണ്. ഞങ്ങളുടെ എല്ലാവരും ഒരു 52 ദിവസത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. ഒരു റിവഞ്ച് പരിപാടി ഇതിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു റോഷൻ. ഈ പറഞ്ഞൊരു പോയിന്റ് വെച്ച് ഒരു കാര്യം കൂടെ, ഒരു ഹാപ്പി ന്യൂസ് കൂടെ ഈ പറഞ്ഞ പോയിന്റിൽ വെച്ച് ഞാൻ പറയാണ്. അതായത് റോഷൻ പറഞ്ഞു, ഞാൻ സിനിമ കാണാനായിട്ട് ഒരുപാട് ഹൈലൈറ്റ് മാളിൽ വരാറുണ്ട്, പലാക്സിൽ വരാറുണ്ടെന്ന്. കാരണം കോഴിക്കോട് ഏറ്റവും നല്ലൊരു സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പലാക്സി. എൻ്റെ ഒരു ഹാപ്പി ന്യൂസ്, നാളെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ പലാക്സി ഓപ്പൺ ചെയ്യാണ്. നാളെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ പലാക്സി ഓപ്പൺ ചെയ്യാണ്. സോ ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഹാപ്പി ന്യൂസ്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പൊ റോഷൻ പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം ഒന്ന് കണക്ട് ആയത്. ആരും പറയിച്ചല്ലോ കേട്ടോ, ഞാൻ വളരെ നാച്ചുറലി അതാണ് ഞാൻ പറഞ്ഞത്. റോഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മൈൻഡിൽ ഓടിയതാണ്. അല്ലെ നമുക്ക് ഓർമ്മ വരില്ല. സത്യം അല്ലേ? ഇനി നമുക്ക് വിളിക്കേണ്ട ആരെയാണ് വിളിക്കേണ്ടത്? നിങ്ങൾ പറയണം. അത് നിങ്ങളാണ് പറയേണ്ടത്. ഹൈദരക്കയോ ഞാനോ പറയില്ല. നിങ്ങൾ വിളിക്കണം. നിങ്ങൾ മാത്രമേ വരൂ. നിങ്ങൾ എല്ലാവരും ഇത്രയും അധികം നേരം കാത്ത് നിന്ന് വിളിക്കട്ടെ. ഇവിടെ ആരൊക്കെ പറയണ്ട, ആരെ വിളിക്കട്ടെ? So highlight mall, are you ready to welcome the one and only bold and beautiful lady in the Malayalam film industry? വിളിക്കട്ടെ. The bold and beautiful Honey Rose Rachel. So let me welcome the one and only, the very beautiful and the very gorgeous Honey Rose is on stage. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട റേച്ചലിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോടിന്റെ ഒരു നിറഞ്ഞ കൈയടി റേച്ചലിന്, ഹണി റോസിന്. പ്ലീസ് put your hands together for bold and beautiful Honey Rose. ഇവിടെ 6 മണി മുതൽ ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരാൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഹണി, വളരെ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് അല്ലേ? നമ്മൾ കുറേ ദിവസങ്ങളായി ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ കോഴിക്കോടിന്റെ ആ മണ്ണിൽ വന്ന് നിൽക്കുകയാണ്. ഹണിക്ക് എന്നും പ്രിയപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട്. എനിക്ക് തോന്നുന്നു എന്നും പ്രിയപ്പെട്ട സ്ഥലം. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. സുഖാണോ? ഒത്തിരി സന്തോഷം കോഴിക്കോട് വീണ്ടും എത്താൻ കഴിഞ്ഞതില്ല. ഇതുവരെയും എനിക്ക് തോന്നുന്നു ഞാൻ ഇനോഗ്രൽ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഒരു മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ട്, റേച്ചൽ മൂവിയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നത്. ഒത്തിരി സന്തോഷം. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പടം ഡിസംബർ 12-ാം തീയതി വരികയാണ്. ഭയങ്കര രസമായിട്ട് മൂവി വന്നിട്ടുണ്ട്. ഒരു 10-20 വർഷത്തോളം എത്തി നിൽക്കുന്നു ഞാനിപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ. ഫസ്റ്റ് ടൈമാണ് ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. ആൻഡ് ഇറച്ചി വെട്ടുകാരിയായിട്ടാണ് റേച്ചലിൽ ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് പ്രിപ്പറേഷൻസും ഒക്കെ വേണ്ടി വന്ന ഒരു കഥാപാത്രമായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ലെയേഴ്സും ഷെയ്ഡ്സുമുള്ള. ആൻഡ് നമുക്കിതിൻ്റെ വീഡിയോസും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ അറിയാം, ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമ കൂടിയാണ് റേച്ചൽ. 1970s ഒക്കെയാണ്. അപ്പം ആ സമയത്തെ വസ്ത്രധാരണം അല്ലെങ്കിൽ സംഭാഷണ രീതികളൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. ആൻഡ് ആ ഒരു നാട്, ഒരു സാധാരണ ഒരു ഭംഗിയുള്ള ഒരു മലയോര നാട്, അതിൻ്റെ ഭംഗിയൊക്കെ മാക്സിമം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും സിനിമ ഫോർ ഷുവർ. ഒരു പെയിൻറ്റിങ് പോലെ എടുക്കണം എന്നായിരുന്നു നമ്മുടെ പടത്തിൻ്റെ ഡയറക്ടർ ആനന്ദിനി ബാല ക്യാമറമാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ. സ്വരൂപ് ചേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത്ര വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മൂവി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള റോ ആയിട്ട്
തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലമുള്ള കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. ആൻഡ് കാടിൻ്റെ സൗന്ദര്യം ഒക്കെ ഒപ്പിയെടുത്തിട്ടുള്ള സിനിമയാണ്. അതേപോലെ തന്നെ വേട്ടക്കാരുടെ ലൈഫ് കൂടി പറയുന്നുണ്ട്. നമ്മൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ ജാഫറൊക്കെ ചെയ്ത ഒരു കഥാപാത്രം, അതൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണ്, കരടി രാഘവൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അപ്പം അത് അദ്ദേഹമൊക്കെ ഈ കാടിനുള്ളിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇതിൽ നിന്നൊക്കെ ഈ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്തു വന്നോ എന്നുള്ളത്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ പുതുമകളുള്ള ഒരു സിനിമയാണ്. ഒരു പക്ക വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഫുൾ ഓൺ എൻ്റർടൈനറാണ്. റിവെഞ്ചിനും എന്താ പറയുക ആക്ഷനും ഒക്കെ പ്രാധാന്യം നൽകിയ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു മൂവി തന്നെയായിരിക്കും റേച്ചൽ. ആൻഡ് റോഷൻ്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു അവസരം കിട്ടി. നമ്മുടെ മഞ്ജു ചേച്ചിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒത്തിരി നല്ല ആക്ടേഴ്സ് ഉണ്ട്. ജാഫറൊക്കെ ഉണ്ട്, ബാബുരാജ് ചേട്ടനുണ്ട്, രാധികയുണ്ട്, ജോജി ചേട്ടനുണ്ട്, പോൾ ചേച്ചിയുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല, ഞാൻ പലരുടെ പേര് വിട്ട് പോയിട്ടുണ്ടാകും. ഒത്തിരി നല്ല ആക്ടേഴ്സ് ഉണ്ട്. ചന്തു ഉണ്ട് ഈ മൂവിയിൽ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. പടം ഡിസംബർ 12 ഇറങ്ങാണ്. എല്ലാവരും പോയി കാണണം. ഹണി, ഇപ്പം നേരത്തെ ഒരു കാര്യം റോഷൻ പറഞ്ഞല്ലോ, റോഷൻ്റെ അടുത്ത് ചോദിച്ചു ആ സോങ് കണ്ട് ആ റൊമാൻറ്റിക്കൊക്കെ ചോദിച്ചപ്പോൾ റോഷൻ പറഞ്ഞ ഹണി അവിടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. തിരിച്ചങ്ങനെയാണോ, എങ്ങനെയാണ്? പിന്നെ ആളെ നോക്കാം, ഭയങ്കര സുന്ദരനല്ലേ. ആക്ച്വലി ഞങ്ങൾ റേച്ചലും നിക്കോളാസായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമുക്ക് ഒത്തിരി മൂവീസിൽ അദ്ദേഹം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിനാണ് ഇദ്ദേഹത്തിൻ്റെ റോഷൻ നമ്മൾ കാണുമ്പോൾ ഹീസ് ഡെഫിനറ്റ്ലി ഹാൻസം. പക്ഷെ അതല്ലാതെ ആ ക്യാരക്ടറിൽ ആ ഒരു ഗെറ്റപ്പിൽ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ആ കഥാപാത്രത്തിനുണ്ട്. എക്സ്പ്രഷൻസ് ഒക്കെ ആയാലും വളരെ മൈന്യൂട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു റോഷൻ്റെ കൂടെ ഉള്ള വർക്കിംഗ് ഒരു എക്സ്പീരിയൻസ്. അതിന് അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, 2005 സിനിമയിലേക്ക് വന്നു. ഇപ്പം 2025 എത്തി നിൽക്കുമ്പോൾ ഇതിനിടയിൽ 2012 ഒരു സിനിമ സംഭവിച്ചു, ഒരു ധ്വനി അല്ലേ. മലയാള സിനിമയിലെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഞങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചൊരു കഥാപാത്രമായിരുന്നു ധ്വനി. സോ റേച്ചൽ 2025 റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കഥാപാത്രം ഇതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും? കാരണം എത്രയൊക്കെ കഥാപാത്രങ്ങൾ മിന്നി മറിഞ്ഞു പോയാലും ധ്വനി എന്ന കഥാപാത്രം ഞങ്ങൾ മറക്കില്ല. അതാണ് സത്യം. ആൻഡ് നമ്മുടെ ഫസ്റ്റ് മൂവിയിലെ ആ ഒരു പാവം പെണ്ണിനെയും ഞങ്ങൾ മറക്കില്ല. അപ്പോൾ ബോയ് ഫ്രണ്ട് കഴിഞ്ഞു, ആൻഡ് ഇപ്പോൾ ധ്വനി വന്നു, ഇനിയിപ്പോൾ അത് റേച്ചൽ വരാനായിട്ട് വേണം. അതാണ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിലെല്ലാം ഒരു സിഗ്നേച്ചർ ഹണി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഈ ഒരു റേച്ചൽ കഥാപാത്രം എങ്ങനെയായിരിക്കും കൂടെ ഞങ്ങളോടൊന്ന് പറയാമോ? റേച്ചൽ എന്നിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു, ആനന്ദിനിയാണ് മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെബ്യൂ മൂവിയാണ്. ആനന്ദിനിയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി രാഹുൽ മണപ്പാട് എന്ന് പറഞ്ഞ ഒരു ആൾ എഴുതിയ ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതിൽ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാഹുൽ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മിസ്സിംഗ് ആണ്, വന്നിട്ടില്ല. ശരി. അപ്പം അതിൽ നിന്നാണ് ഈ ഒരു മൂവിയിലേക്കും അതിൻ്റെ സ്ക്രിപ്റ്റിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. ആൻഡ് അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപശ്ചാത്തലമുള്ള ഒരു സിനിമയും കഥയും ഒക്കെ കഥയായിരുന്നു. അത് റീച്ചിലായി വരുമ്പം എന്തുകൊണ്ടാണ് എന്നെ പ്രിഫർ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ്. പല സമയങ്ങളിലും എൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള ഒരു സിനിമ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്, എന്നെ തേടി വരാറുണ്ട്. സോ അങ്ങനെ വന്നൊരു സിനിമയായിട്ട് തന്നെ ഇത് കാണുന്നു. ഇതുവരെയും എന്താ പറയുക, നമ്മൾ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും പഠിച്ച് ചെയ്യേണ്ട ഒരു സിനിമ കൂടിയായിരുന്നു റേച്ചൽ. അതിപ്പം ഇറച്ചിവെട്ടായാലും അതിനുവേണ്ടി സ്പെഷ്യൽ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ത്രൂ ഔട്ട് ഒരു ചേട്ടൻ നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഷോർട്സ് എടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഈ നാടൻ തോക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത സീക്വൻസ്. ഈ തോക്ക് ഉപയോഗിക്കുന്നതാണ്. അതിങ്ങനെ നമ്മൾ നല്ല വെയിറ്റാണ്, അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടിൽ അത് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് പിടിച്ചത് ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഒരു പഴയ കാലത്ത് ഒരു ജീപ്പ് നമ്മൾ കണ്ടിന്യൂസ് അതിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം പഠിച്ച് എടുക്കേണ്ട കാര്യങ്ങളായിരുന്നു, നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു. പിന്നെ ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട്. ഇതുവരെയും നമ്മൾ സിനിമകൾ അയ്യോ അടിക്കല്ലേ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന നായികയാണെങ്കിൽ ഇതിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം രാജശേഖർ മാസ്റ്ററാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അടി കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലേ? ആ എക്സ്പീരിയൻസിൽ അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ
ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കാല് വെക്കുമ്പോൾ മുഴുവൻ അട്ടയായിരിക്കും അവിടെ. അത് നമ്മൾ ഫുൾ പ്രിക്കോഷനൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് നിങ്ങൾ ഉപ്പിട്ടിട്ട് വെച്ചിട്ടാണ് പോയി ഫൈറ്റ് ചെയ്യുന്നത്. കൈയും കാലും എല്ലാം ഉപ്പൊക്കെ ഇട്ട് ഒരു മലയുടെ മുകളാണ്, അതിൻ്റെ ഫുൾ അവിടെയൊക്കെ ഉപ്പൊക്കെ വിതറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളവിടെ ഷൂട്ട് ചെയ്യുമ്പം അവിടുന്ന് പറയും പുലി ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ സൂക്ഷിക്കണം, ആരും മറ്റേ ടീം വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. ആൻഡ് ഈ പറഞ്ഞ ഫൈറ്റ് സീക്വൻസ് ഞാനും രാധികയും പിന്നെ മറ്റേ ആക്ടേഴ്സൊക്കെ ഉള്ളതാണ്. അപ്പം അതെനിക്ക് തോന്നുന്നു അത് ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഓർത്തിരിക്കുന്നതാണ്. അത്ര ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിലൊന്നും കയറാൻ വയ്യ, ആരെങ്കിലുമൊക്കെ പിടിച്ചു കയറേണ്ട അവസ്ഥയായിരുന്നു. അതിന് നമ്മൾ സാധാരണയായിട്ട് വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു പേരാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ബോൾഡ് ക്യാരക്ടർ ഇപ്പം തന്നെ പറഞ്ഞു, അടിക്കടി ഇടുക്കി ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും സാധാരണ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക്, ഒരു എക്സ്ട്രാ എഫേർട്ട് തീർച്ചയായിട്ടും റേച്ചലിൽ എടുത്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം ഈ സിനിമ ചെയ്യാനായിട്ട്. മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല. കാരണം ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു ഇറച്ചുവെട്ടുകാരിയായിട്ടുള്ള ഒരു സ്ത്രീനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. കൂടുതലും പുരുഷന്മാരാണ് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. സോ അത് തൊട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ഇവരുടെ ഒരു ക്യാരക്ടർ, ഒരു ബിഹേവിയർ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ നോർമൽ കാണുന്ന ഒരു സ്ത്രീയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അത് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും സംഭവിച്ചു വന്നേക്കുന്നതാണ്. അപ്പം അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു സമയമെടുത്തു. പക്ഷെ ആ ഒരു ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോഴും റേച്ചൽ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ പറയുന്ന വാക്കുകളിൽ 100% അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് ഒരു കാര്യം ഉറപ്പാണ്, ഹണി അത്രയധികം ഈ ഒരു കഥാപാത്രത്തിനോട് അത്രയധികം എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ടും വന്നിട്ടുണ്ട് അല്ലേ? പ്രൊഡ്യൂസർ വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡിസംബർ 12-ാം തീയതി. ഡിസംബർ 12-ാം തീയതി ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ആ ദിവസം ഇനി ഇല്ല, എണ്ണാനില്ല ദിവസങ്ങൾ. അതെ. അതിനിടയിൽ കുറച്ച് നേരമായിട്ട് കാത്തിരിക്കുന്ന 3 പേരെ കൂടെ ഇപ്പോൾ വിളിക്കാനുണ്ട്. തീർച്ചയായിട്ടും തുടക്കം മുതൽ മൈജിയുടെ 3 സമ്മാനം നേടിയ 3 പേരുണ്ട്. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഭാഗ്യശാലികളായിട്ടുള്ള 3 പേര് ഹണിയുടെ കയ്യിൽ നിന്നാണ് മൈജിയുടെ ആ പ്രൊഡക്റ്റുകൾ സമ്മാനമായിട്ട് വാങ്ങുന്നത്. സോ ആ 3 പേരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നിമിഷ, നൗഫി നിഷാദ് ആൻഡ് ഷൈനി കെ. മൈജിയുടെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഹൈലൈറ്റ് മാളിൽ ഇത്രയും വലിയ ക്രൗഡിൽ നിന്ന് വിന്നേഴ്സ് ആയിട്ടുള്ള 3 പേരാണ് നിമിഷ, നൗഫി നിഷാദ് ആൻഡ് ഷൈനി. ഇതിൽ ആരാണ് നിമിഷ? നിമിഷ ഇത് യെസ്. ആദ്യം നിമിഷയ്ക്ക് ഹണി സമ്മാനം നൽകുകയാണ്. സോ നല്ലൊരു കൈയടി. ഇത്രയും ആളുകളിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരാളാണ്. മൈജിയുടെ പ്രൊഡക്റ്റുകൾ, മൈജിയുടെ ഗാഡ്ജറ്റ് സമ്മാനമായിട്ട് കിട്ടുകയാണ് നിമിഷയ്ക്ക്. ആൻഡ് നെക്സ്റ്റ് നൗഫി നിഷാദ്. നൗഫി നിഷാദ് അവിടെ. ആൻഡ് ഫൈനലി ഷൈനി കെ. മലപ്പുറം, തിരുവനന്തപുരം ആൻഡ് പാലക്കാട് 3 ജില്ലകളിലുള്ള ആളുകൾക്കാണ് കോഴിക്കോട് വെച്ച് നമ്മൾ സമ്മാനം നൽകിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഹണി. താങ്ക് യു ആൻഡ് താങ്ക് യു മൈജി. ഇത്രയും നല്ല സമ്മാനം നൽകിയതിന് താങ്ക് യു സോ മച്ച്. ഈ ഒരു സന്തോഷം ഹൈദർക്ക, നമ്മളൊരു കേക്ക് കട്ടിങ്ങിലൂടെ സമയമായിട്ടില്ല, സമയമാവുന്നുള്ളൂ. ഓക്കെ. ഹണി റോഷും സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കുറെ ആഗ്രഹം. പ്രേക്ഷകർക്കുള്ള ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കണം. പ്രേക്ഷകർക്കുള്ള ആഗ്രഹം എന്താണ് നിങ്ങൾ പറയൂ. ഞാൻ തന്നെ വിളിച്ചേക്കുന്നു. ഇത് ഒരു മകന്റെ സിനിമ റിലീസ് ചെയ്യുന്നു, അത് സ്വന്തം നാട്ടില്. അപ്പൊ സ്വന്തം ഫാദറിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്നേഹമുണ്ട്. അതൊരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു സ്നേഹം കൂടിയാണ്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ആ ഒരു സ്നേഹത്തെക്കാൾ ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ പിതാവിന്റെ മനസ്സിലുള്ള അഭിമാനമാണ് അല്ലെ. നമ്മൾ പണ്ട് സ്കൂളിൽ പാട്ടുപാടാൻ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ അവിടെ നിന്ന് നമ്മളെ നോക്കി കാണുന്ന ആ ഒരു കണ്ണിലെ തിളക്കമുണ്ട്. അതേ തിളക്കമാണ് എനിക്ക് ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം. പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പരിചയപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ്. ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകൾ സർക്കാരിന് വേണ്ടി നിരവധി ഷോർട്ട് ഫിലിമുകൾ സർക്കാരിൻ്റെ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്.
അദ്ദേഹം തന്നെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എൻ്റെ മകൻ ഇവിടെ നിങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സിനിമ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ആക്ടറായ ഹണി റോസ് മേഡത്തിൻ്റെ അഭിനയിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ പടം 12-ാം തീയതി റിലീസാണ്. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. ഒത്തിരി സന്തോഷം. അത് തന്നെയാണ് താങ്കൾ ഇന്നലെ മുതൽ റോഷൻ്റെ എല്ലാ പ്രൊമോഷനും കൂടെ നടക്കുന്നതാണ്. ഇപ്പം അതുപോലെ ഹണിയുടെ ഡാഡിയും നമ്മളൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. അതും നമുക്കൊരു സന്തോഷമാണ്. ആ മക്കളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ പേരൻസിനെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം പ്ലീസ്. ഇനി നമുക്ക് ഹണിയുടെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കണം. ഹണിയുടെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കണം. നമ്മൾ ആ സോങ് കണ്ടപ്പോൾ നല്ല ചാരായ അടിക്കണ തന്നെയാണ്. എന്തായിരുന്നു എക്സ്പ്രഷൻ ആ ചാരായുടെ? അതെങ്ങനെയായിരുന്നു ഹണി എന്ന് പറയുമോ പ്ലീസ്? അത് ചാരായ അടിച്ചേക്കുന്നതാണ്. ഓ, നിങ്ങൾ മാക്സിമം ചോദിച്ചു നോക്കി. ഉള്ളിയിൽ നിന്ന് വരണമെങ്കിൽ കുറച്ച് കുടിക്കണം എന്നുള്ളത്. പക്ഷെ തന്നില്ല. ഞങ്ങൾ കുടിച്ചത് കരിക്കും വെള്ളമായിരുന്നു. പക്ഷെ അത് ആദ്യം കൊണ്ടൊന്ന് കൈ തന്നപ്പം ഇങ്ങനെ നിങ്ങൾ ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സിപ്പ് ചെയ്ത് ഇങ്ങനെ കുടിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് ചാരായമാണ്, മറ്റേ വൈൻ കുടിക്കുന്ന പോലെയൊന്നും കുടിക്കേണ്ടതല്ല, ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോഴേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എരിഞ്ഞിറങ്ങി പോകുന്നൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത ടേക്കാണത്. പക്ഷെ അതൊരു എന്താ പറയുക, അങ്ങനെ വാറ്റിയ ചാരായല്ലേ, വാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് എടുത്തത് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യമുള്ള ഒരു മടിയില്ലാത്തൊരു കഥാപാത്രമാണ് ഈ റേച്ചൽ. എനിക്ക് തോന്നുന്നില്ല, ഹണി എനിക്ക് തോന്നുന്നു ഇതിൽ അപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്പനുള്ളത് അതും ഒരു എനർജി കൂടിയിട്ടുണ്ടാവും അല്ലേ? അത് ഈ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ റേച്ചലിന്റെ പല സ്വഭാവങ്ങളും അപ്പനിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. അപ്പൻ വളർത്തുന്ന ഒരു മകളാണ്. അപ്പം അവളെ കുറച്ച് നല്ല ധൈര്യത്തോടെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനാണ്. അത്ര സ്ട്രോങ് ആയിട്ടാണ് വളർത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പം കാട്ടിൽ പോകുന്നെങ്കിൽ അങ്ങനെ വേട്ടയാടുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് വളർത്തിയേക്കുന്ന ഒരു മകളാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ അപ്പനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് പൊതുവെ പെൺമക്കൾക്ക് അപ്പന്മാരോടും അപ്പന്മാർക്ക് പെൺമക്കളോടും കുറച്ച് സ്നേഹമുണ്ട്, കുറച്ച് ഒരു പൊടിക്ക്. ഹണിയുടെ കാര്യത്തിൽ അങ്ങനെയാണോ? അപ്പനോടാണോ ഡാഡിനോടാണോ മമ്മയോടാണോ കൂടുതൽ സ്നേഹം? അതിന് കാര്യം കൂടെ വേണം കേട്ടോ. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് രണ്ടുപേരെ ഒരേപോലെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. രണ്ടുപേരും അത്ര സപ്പോർട്ടീവായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എപ്പോഴും കൂടെയുള്ള രണ്ട് മനുഷ്യരാണ്. അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ രണ്ട് മനുഷ്യരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദൈവം എല്ലാ കാലത്തും എനിക്ക് അങ്ങനെ നല്ല മനുഷ്യർ മാത്രമേ എൻ്റെ ചുറ്റും തന്നിട്ടുള്ളൂ. അവരെല്ലാം എപ്പോഴും എന്താ പറയുക, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ്. എല്ലാവരും എനിക്ക് ദൈവം തന്നേക്കുന്ന അങ്ങനെയാണ്. സോ ആ കാര്യം ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴായിരിക്കും ആദ്യമായിട്ടാണ് ഹണിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇല്ല വേണ്ട, ചെറുതായിട്ട് കുഞ്ഞായിട്ട് ഫാമിലി ഇമോഷണൽ അറ്റാച്ച്മെന്റ് പിടിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പോട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. സാലി കഴിഞ്ഞ് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? എന്താണ് പ്ലാനിങ്? ഒരു മധുരമില്ലാതെ എന്തൊരു ആഘോഷം അല്ലേ? അപ്പൊ ഹൈലൈറ്റ് മാള് തന്നെ നമുക്കൊരു തീർച്ചയായിട്ടും നമ്മൾ റേച്ചലിന് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റേച്ചൽ എന്ന സിനിമയുടെ മധുരം ഇവിടെ ഹൈലൈറ്റ് മാളിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും ചേർന്ന് സിനിമയുടെ വെരി ഇൻ ആൻഡ് ഡാഷ് റേച്ചൽ ആൻഡ് റേച്ചലിന്റെ സ്വന്തം നിക്കോളാസ് രണ്ടുപേരും ചേർന്ന്, ഒപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസറും. ഈ ഒരു കേക്ക് നമ്മുടെ വേദിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ മറ്റു രണ്ടുപേരും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നീതു രാജൻ, മാർക്കറ്റിംഗ് ഓഫീസർ ഹൈലൈറ്റ് മാൾ, ആൻഡ് അനിയുദ്ദീൻ ഹംസ, ജൂനിയർ ഓഫീസർ മാർക്കറ്റിംഗ് ഹൈലൈറ്റ് മാൾ. ഈ രണ്ടുപേരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വരൂ. നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. റേച്ചലിന്റെ ഈ ഒരു മൂവി പ്രൊമോഷനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഹണി റോസിന് ഓൺ ബിഹാഫ് ഓഫ് ഹൈലൈറ്റ് മാളിന്റെ ഒരു ടോക്കൺ ഓഫ് ലവ് നൽകാനായി നീതു രാജൻ, മാർക്കറ്റിംഗ് ഓഫീസർ ഹൈലൈറ്റ് മാൾ, ഇൻവൈറ്റ് ചെയ്യാണ്. സോ നല്ലൊരു കൈയടി.
ഹംസ ഹൈലൈറ്റ് മാളിന്റെ മൊമെന്റോ റോഷന് നൽകുകയാണ്. Thank you. And moving on to cake cutting. Rachel. ഓക്കെ അല്ലേ? നമുക്കിത് Yes, കേക്ക് കട്ടിങ് തീർച്ചയായും. പോവാം. ഹണി, റേച്ചലിന്റെ നിങ്ങളെല്ലാവരുടെയും മധുരമാണ് ഇവിടെ ഹണി അനുവാദത്തോടു കൂടി റേച്ചൽ ആൻഡ് നിക്കോളാസ് ചേർന്ന് ഒപ്പം ഒരു കത്തി മതി, രണ്ട് രണ്ടുപേരും ഒരു ഒറ്റ കത്തി മതി. ഇറച്ചി വെട്ടാനല്ല പറഞ്ഞത്, കേക്ക് കട്ടിയാനാ പറഞ്ഞത്. കൈയടികൾ പോരട്ടെ for Rachel G. തിയേറ്ററിൽ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൈലൈറ്റ് മാളിലെ ഈ വേദിയിൽ വെച്ച് ആസ് ഓൾവേസ് ഒരുപാട് സന്തോഷത്തോടു കൂടി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി റേച്ചൽ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം, ഈ ഒരു സന്തോഷം, ഈ ഒരു മധുരം നിങ്ങളും ഏറ്റെടുക്കണം, സ്വീകരിക്കണം. നമ്മൾ റേച്ചലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി നിങ്ങൾ എല്ലാവരും തൊട്ടടുത്തുള്ള നിങ്ങളുടെ തിയേറ്ററിൽ പോയി റേച്ചൽ കാണണം. റേച്ചൽ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളോടും നിങ്ങളുടെ കൂടെ ഉള്ളവരും എല്ലാവരും വന്ന് സിനിമ കണ്ട് സിനിമയെ മാക്സിമം വിജയിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൈലൈറ്റ് മാളിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് അല്ലെങ്കിൽ സ്നേഹം അത് എനിക്ക് കാണിക്കേണ്ടത് തിയേറ്ററിലാണ്. റേച്ചൽ സിനിമ റിലീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും കാണിക്കേണ്ടത്. സോ കാണിക്കും എന്ന് വിശ്വസിക്കാനോ അല്ലേ? മനു പറയേണ്ട, എടുത്തു പറയേണ്ട ഒരു കാര്യം, 6 മണി തൊട്ട് ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഹണീനെ കാണാനായിട്ട്, അല്ലെ? അപ്പം അത്രയും എല്ലാവരും നമ്മൾ റേച്ചൽ ടീമിനെ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പം അവർ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയാണ് റേച്ചൽ സിനിമേനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതേ എക്സൈറ്റ്മെന്റും ഇതേ സപ്പോർട്ടും സിനിമ ഇറങ്ങുമ്പോഴും റേച്ചൽ ടീമിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഉറപ്പാണ്. ഏറ്റവും ആഗ്രഹത്തോടു കൂടി തന്നെ ചോദിക്കാൻ ഉണ്ടാവോ? Damn sure. ഇത് സന്തോഷം. കോഴിക്കോടിന്റെ ഉറപ്പാണ്. ഇത് റേച്ചൽ ടീമിന് എന്തായാലും കോഴിക്കോടിന്റെ ആ സ്നേഹം തിയേറ്ററിൽ നമ്മൾ കാണിച്ചിരിക്കും. മറക്കണ്ട, ഡിസംബർ 12. ആദ്യ ഷോപ്പിൽ കാണണം. അത് കഴിഞ്ഞ് അടുത്ത സുഹൃത്തുമായിട്ട് പോവാം, പിന്നീട് ഫാമിലി ആയിട്ട് പോവാം, പിറ്റേ ദിവസം മറ്റുള്ളവരുമായിട്ട് പോവാം. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ സിനിമ കാണാം. മഞ്ജുവിന്റെ ചിരി അങ്ങനെ തന്നെ ഇപ്പൊ നിലനിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആ ചിരി ഒത്തിരിയും വേണം. ഹണി റോസ് എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഹീറോയിൻ ആൻഡ് ഓൾസോ റോഷൻ എന്ന കോഴിക്കോടിന്റെ പ്രിയ നടൻ, ഇവരൊക്കെ ചേരുന്ന സിനിമയാണ് റേച്ചൽ. ഇതിൽ കാണിച്ച പോലെ അല്ലെങ്കിൽ ഹണി പറഞ്ഞ കാര്യങ്ങൾ പലതും നമുക്ക് ഭയങ്കര കണക്റ്റഡാണ്. കാരണം അത്രയധികം ഇമോഷണലി ആ സിനിമയെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും ആ സ്ക്രീനിൽ നമുക്കത് കാണണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി ഹണി ഒരു സെൽഫി എടുത്താൽ നന്നായിരിക്കും. ഫോണൊന്ന് കൊടുക്കൂ പ്രജിൻ. ഓഡിയൻസ് മൊത്തത്തിൽ ഇവിടെ ഹൈക്കിംഗ് എല്ലാ ഓഡിയൻസും കൂടെയാണ് ഈ ഒരു സെൽഫിയിൽ വരുന്നത്. സോ ഹൈലൈറ്റ് മാൾ മേക്ക് സം നോയ്സ്. എവിടെ ഒരു എനർജി? നമ്മുടെ ഫുൾ ടീം, നമ്മുടെ ഹൈലൈറ്റ് മാൾ ഫുൾ ഓൺ എനർജിയാണ്, വൈബാണ്. നമ്മളുടെ എൻറ്റയർ ടീമിന് ഒരു ബിഗ് താങ്ക് യു. ഇത്രയും സമയം നമ്മൾ റേച്ചൽ ടീമിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. And thank you so much, team Highlight Mall. Thank you so much, Rachel. And ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും on behalf of Highlight Mall സ്നേഹം അറിയിക്കുന്നു. Rachel movie promotion in association with MyG official radio partner is Super Hits FM 93.5. അത് ഞങ്ങൾ പറയാം. ഇല്ല, അത് ഞാൻ തന്നെ പറയും. അത് ഞാൻ പറയാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. Yes. അപ്പൊ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് 2 കൈയും കൈയടിച്ചുകൊണ്ട് സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. Once again, thank you all, thank you so much. ഒരു മിനിറ്റ്. ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഇപ്പൊ വന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളുടെ നാട്ടിലാണ് ഹണിറോസ് വന്നിട്ടുള്ളത്. അപ്പം ആരും മുന്നിലേക്ക് വന്ന് ഒരു ബുദ്ധിമുട്ട് ഹണിറോസിനോ അല്ലെങ്കിൽ റോഷനോ നമ്മുടെ ടീമിൽ ഉണ്ടാക്കരുത്. നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടെ കേട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ കേക്കൊന്ന് മാറ്റാൻ, കേക്ക് ഒന്ന് മൂവിയോ മാറ്റുമോ പ്ലീസ്? കേക്ക് ഒന്ന് മൂവിയോ